മതാടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥരുടെ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയ സംഭവത്തിൽ കെ ഗോപാലകൃഷ്ണൻ IAS-നെതിരെ കേസെടുക്കാം എന്ന നിയമോപദേശം. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നാം. ഷഫീദ്, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ, സർക്കാരിന് വലിയ തലവേദന ഉണ്ടാക്കിയ IAS ഉദ്യോഗസ്ഥരുടെ മതാടിസ്ഥാനത്തിലുള്ള വാട്സാപ്പ് ഗ്രൂപ്പ് സംഭവത്തിൽ കെ ഗോപാലകൃഷ്ണനെതിരെ കേസെടുക്കുന്നത് പോലീസ് താൽക്കാലികമായി തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു. അതിന് പിന്നാലെ ഇക്കാര്യത്തിൽ സർക്കാർ തീരുമാനിക്കട്ടെ എന്നുള്ളതായിരുന്നു പോലീസിന്റെ നിലപാട്. ശേഷം ഈ വിഷയത്തിൽ പോലീസ് നിയമോപദേശവും തേടിയിരുന്നു. ഇപ്പോൾ ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ മുഖാന്തരം തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ നിയമോപദേശത്തിൽ കേസെടുക്കാം എന്നുള്ള കാര്യമാണ് വ്യക്തമാക്കുന്നത്. മതപരമായ വിഭാഗീയത ഉണ്ടാക്കാൻ ഗ്രൂപ്പ് തുടങ്ങിയതിൽ കേസെടുക്കാം എന്നുള്ളതാണ് നിലവിൽ പോലീസിന് ലഭിച്ചിരിക്കുന്ന നിയമോപദേശം. എന്നാൽ രേഖകൾ മുഴുവൻ പരിശോധിക്കാതെയുള്ള നിയമോപദേശമാണെന്നാണ് പോലീസിന്റെ ഇപ്പോഴത്തെ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനോട് വീണ്ടും പോലീസ് നിയമോപദേശം തേടിയിട്ടുണ്ട്. DGP-യുടെ നിയമോപദേശം കൂടി ലഭിച്ച ശേഷമായിരിക്കും പോലീസ് കേസെടുക്കുന്ന നടപടികളിലേക്ക് കടന്നത്. നേരത്തെ വ്യാജ പരാതി, അതായത് ഈ തന്റെ ഫോൺ ഹാക്ക് ചെയ്ത ഗ്രൂപ്പ് ഉണ്ടാക്കിയെന്നുള്ളതായിരുന്നു കെ ഗോപാലകൃഷ്ണ മൊഴി പരാതിയും. ആ പരാതി ഉൾപ്പെടെ വ്യാജമാണ് എന്നുള്ള കാര്യം വാട്സ്ആപ്പ് മെറ്റയിൽ നിന്നും ലഭിച്ച മറുപടിയിൽ നിന്നും ഫോറൻസിക് പരിശോധന പോലീസ് വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെ ഇക്കാര്യത്തിൽ കെ ഗോപാലകൃഷ്ണനെതിരെ വ്യാജ പരാതി ചമച്ചതിൽ കേസെടുക്കാം എന്നുള്ള ഒരു നീക്കത്തിലേക്ക് പോലീസ് പോയെങ്കിലും നിയമോപദേശം വരട്ടെ എന്നുള്ളത് കാത്തിരിപ്പിലായിരുന്നു. ഏതായാലും ഇക്കാര്യത്തിൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന് കൂടി നിയമോപദേശം ലഭിച്ച ശേഷമായിരിക്കും പോലീസ് കേസെടുക്കുക. ഉന്മേഷ്. ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.